أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه وأتباع سيدنا ومولانا محمد صلاة وسلاما دائمين متلازمين إلى يوم الدين. അഭിവന്യരായ പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സത്യം മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി ഈ സദസ്സിൽ എത്തിയിട്ടുള്ള അഭിവന്യരായ സുഹൃത്തുക്കൾ, സർവാധിപനായ അല്ലാഹു അവന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെയും ശീലങ്ങളുടെയും ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. കാമിലായ ഈമാനോടെ മരണപ്പെട്ട് സജ്ജനങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താൻ അല്ലാഹു നമുക്കും അവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ വിശദീകരണം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ മുമ്പ് വേറെ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട്. ഇലക്ഷനും SSLC പരീക്ഷയൊക്കെ ഇടക്ക് വന്നതുകൊണ്ട് ചിലപ്പോ ചിലരെങ്കിലും അത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടിയിൽ എനിക്ക് മാനസികമായി ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ, നേരത്തെ ഇവിടെ ഒരു മുജാഹിദ് സമ്മേളനം നടത്തുകയും ആ സമ്മേളനത്തിൽ വളരെ മനോഹരമായി വഅ്ള് പറഞ്ഞ് ഒരു മൗലവി പോവുകയും ചെയ്തു. പക്ഷെ ആ വഅ്ളിന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് വിരുദ്ധമായി പലതും പറഞ്ഞപ്പോ അതിലെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്. പക്ഷെ അതിന്റെ മുമ്പ് കഴിഞ്ഞ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ 2-3 ഹദീസ് ഉദ്ധരിച്ചു. അതൊന്നും പറഞ്ഞിട്ടില്ല, കേൾക്കാത്തവരുണ്ട്. ഏതാട്ടെ, അന്ന് പറഞ്ഞ ഹദീസ്, എന്റെ സമുദായം സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, എന്റെ സമുദായം 73 വിഭാഗമായി ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, അവരെല്ലാവരും നരകത്തിലാണ്, ഒരു സമുദായം ഒഴികെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിച്ചു, മാ ഹുവ യാ റസൂലല്ലാഹ്, ആ രക്ഷപ്പെടുന്ന സ്വർഗത്തിൽ പോകുന്ന വിഭാഗം ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഏതൊരു ചര്യയിലും ഏതൊരു ആദർശത്തിലും ആണോ ഉള്ളത്, ആ ആദർശം സ്വീകരിച്ചവരും അതനുസരിച്ച് ജീവിച്ചവരുമാണ് സ്വർഗത്തിൽ പോകുന്നവരെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹദീസ് കൊണ്ട് ഓതിയിട്ട് എല്ലാവരും പറയുന്നത് അത് ഞങ്ങൾ തന്നെയാണ്, അത് ഞങ്ങൾ തന്നെയാണ്, അത് ഞങ്ങൾ തന്നെയെന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് പിന്നെ മനസ്സിലാവും. അവിടെ ഒരു കാര്യം ഞാൻ ആമുഖമായി പറയുന്നു. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വഫാത്തിന്റെ ശേഷം എന്റെ സമുദായമാകുന്ന മുസ്ലിം ഉമ്മത്ത്
എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വഴി മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് 3 ഹദീസുകളിലായി 3 രൂപത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചിട്ടുള്ളത്. അതിലൊന്ന്, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഞാൻ നിങ്ങളിൽ 2 കാര്യം ഇട്ടേച്ചു പോവുകയാണ്. അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കില്ല. ഒന്ന് അള്ളാഹുവിന്റെ കിതാബാകുന്ന വിശുദ്ധ ഖുർആൻ, 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഇതാണ് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം നമ്മൾ ഏത് വഴി സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ്. രണ്ടാമത്തെ ഹദീസാണ് ഞാൻ നേരത്തെ ഓതിയത്. എന്റെ സമുദായം 73 വിഭാഗവും എല്ലാവരും നരകത്തിലാണ്, ഒന്നൊഴികെ. അതേതാ? ഞാനും എന്റെ സ്വഹാബികളും സ്വീകരിച്ച മാർഗം സ്വീകരിച്ചവരെ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ 2 വഴി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു വഴിയും കൂടി പറഞ്ഞു. ആദ്യം എന്തിനാണ് ഈ 2 വഴി പറഞ്ഞത്? ഒറ്റ ഹദീസും നിർത്തിക്കൂടെയിരുന്നു. അത് നിർത്താൻ പറ്റൂല. എന്താ കാരണം? നിങ്ങൾ സ്വീകരിക്കേണ്ട വഴി അള്ളാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തുമാണ് എന്ന് പറഞ്ഞ റസൂലുള്ള നിർത്തിയാല് റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച ആളുകൾക്ക് എന്താണ് അള്ളാഹുവിന്റെ കിതാബിന്റെ അർത്ഥം, ആശയം എന്ന് മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ള വഫാത്തായാൽ അത് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് അന്ന് പല ആളുകളും ഞങ്ങളാണ് സുന്നത്തിന്റെ ആൾക്കാർ, ഞങ്ങളാണ് കിതാബിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞു വരുമ്പോ സംഗതി ആശയക്കുഴപ്പമുണ്ടാവും. ആ ആശയക്കുഴപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടി പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് സഹായമാകാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനും എന്റെ സ്വഹാബത്തും ഏത് മാർഗമാണോ സ്വീകരിച്ചത് നിങ്ങൾ അത് നോക്കിയാൽ കിതാബും സുന്നത്തും എന്നല്ല പിന്നെ പറഞ്ഞത്. പക്ഷെ അവിടെയുണ്ട് ഒരു പ്രശ്നം. എന്താ ആ പ്രശ്നം? കുറച്ചു കാലം കഴിയുമ്പോൾ 1500 കൊല്ലത്തിന്റെ ശേഷമുള്ള ഇപ്പൊ നമ്മളൊക്കെ ഉള്ളത് ഇത്രയൊക്കെ കൊല്ലാകുമ്പോ പിന്നെ ഒരു ആശങ്ക, പിന്നെ ഒരു ആശയക്കുഴപ്പം വരുന്നത്. നബി സഹാബത്തുള്ള മാർഗമാണ് ശരിയായ വഴി എന്ന് പറഞ്ഞാൽ അതേതാണ്? ചിലർ വന്നിട്ട് ഒരാൾ ഞങ്ങളാണ് ആ വഴിക്ക്, വേറെ ചില ഞങ്ങളാണ് ആ വഴിക്ക്, മറ്റു ചിലർ ഞങ്ങളാണ് ആ വഴിക്ക്. എല്ലാവരും വന്നത് പറയുമ്പോൾ സാധാരണക്കാരന് ആശയക്കുഴപ്പം. അപ്പം മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറ്റൊരു വഴി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സയകൂനു ഫീ ആഖിരി സമാൻ ദജ്ജാലൂന കദ്ദാബൂൻ യഅ്തൂനകും ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. അള്ളാഹുവിന്റെ റസൂൽ അപ്പൊ പറഞ്ഞത് എങ്ങനെയാണ്? അവസാന കാലഘട്ടത്തിൽ നിങ്ങളും നിങ്ങളുടെ പൂർവികരും കേൾക്കാത്ത ചില ആശയവുമായിട്ട് ചില ആൾക്കാർ വരും. അപ്പൊ നിങ്ങൾ അവരെ കരുതണം. നിങ്ങൾ അവരെ കരുതി അവരുടെ കൂടെ പോകാതിരിക്കുമ്പോ അതാണ് ഞാനും എന്റെ സ്വഹാബത്തും സ്വീകരിച്ച മാർഗം, അതാണ് ഖുർആനും സുന്നത്തും പറയുന്ന മാർഗം. അപ്പൊ മാർഗം 3 തത്വത്തിൽ ഒന്നാണ്. പക്ഷെ കാലത്തിന്റെ വ്യത്യാസമനുസരിച്ച് മനസ്സിലാക്കാൻ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അതിനെ 3 രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇത് പറയുമ്പോൾ റസൂലുള്ള വൈരുദ്ധ്യം പറയരുത്. ഇവിടെ ആകെ പ്രസംഗിച്ചു പോയ ആള് പറഞ്ഞെന്താ സുന്നികൾ തമ്മിൽ ആകെ വൈരുദ്ധ്യമാണ്. ഞാൻ ആ വൈരുദ്ധ്യങ്ങളെ പറ്റി അയാളെ പറഞ്ഞൊക്കെ കേട്ടു വെക്കുമ്പോ ഉള്ളതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ മൂലയിൽ പറഞ്ഞത് തേങ്ങ എന്നാണ്, ഈ മൂലയിൽ പറഞ്ഞത് നാളികേരം എന്നാണ്, രണ്ടും തമ്മിൽ എതിരല്ലേ എന്ന് ചോദിച്ച മര്യ. അയാൾ തത്വത്തിൽ എതിരൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ നോട്ട് ചെയ്ത് ഓരോന്നോരോന്ന് പറയും, അപ്പൊ നിങ്ങൾക്ക് കേൾക്കാം. തത്വത്തിൽ വൈരുദ്ധ്യമില്ലാത്ത വിഷയം പ്രയോഗിച്ച പ്രയോഗത്തിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ ക്ലിപ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് LCD ഇങ്ങനെ വലുതാക്കി കാണിച്ചിട്ട് ഇത് തമ്മിൽ വൈരുദ്ധ്യമാണെന്ന് പറയും. ഇൻഷാ അല്ലാഹ് വൈരുദ്ധ്യത്തിന്റെ കലവറ ഞാൻ കാണിച്ചു തരും. അതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇവിടെ ആദ്യം നടന്ന സമ്മേളനത്തിന്റെ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിറങ്ങിയ നോട്ടീസാണിത്. ഈ നോട്ടീസിൽ ഹുസൈൻ സലഫി പങ്കെടുക്കുന്ന സമ്മേളനത്തിന് ഇങ്ങനെ ക്ഷണിച്ചിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മധുഹും മൗലൂദൊക്കെ ഓതിയിട്ട് അവസാനം ഒരു വല്ലാത്ത മധുഹ് പറഞ്ഞ് അവിടെ മുദ്ര ചെയ്തിട്ടാണ് ഇത് നിർത്തുന്നത്. എന്താണ് അവസാനം പറഞ്ഞ മധുഹ് എന്നൊക്കെ അറിയുമോ? അവസാനം പറഞ്ഞത് കേട്ടോളൂ. സന്ദർഭത്തിനനുസരിച്ച് ആദർശാഭിപ്രായങ്ങൾ മാറ്റി പറയാത്ത ഏക സംഘടനയാണ് KNM. സന്ദർഭത്തിനനുസരിച്ച് ആദർശാഭിപ്രായങ്ങൾ മാറ്റി പറയാത്ത ഏക സംഘടനയാണ് KNM. അത് പറഞ്ഞിട്ട് ആ കത്ത് നിർത്തിയത്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഒരാളെ നാവുകൊണ്ട് തന്നെ തത്വം ആദർശം മാറ്റി പറഞ്ഞതിന് 100 കാരണങ്ങൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു. ഒരാളെ നാവുകൊണ്ട് തന്നെ. ഇതിപ്പോ എന്താ നമ്മൾ തമ്മിലുള്ള വൈരുദ്ധ്യം പറഞ്ഞു. എന്താ ഒരു വൈരുദ്ധ്യം നോക്കിയപ്പോ AP ഉസ്താദ് പറഞ്ഞത്രേ, ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ ചെന്നിട്ട്
അവർക്ക് കിതാബുൽ ഹിക്മ ദർസ് നടത്താൻ വേണ്ടി ഇജാസത്ത് വേണം, അനുമതി വേണം എന്ന് പറഞ്ഞ ഉസ്താദായിരുന്നു. അന്ന് ഉസ്താദിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഉറക്കത്തില് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കണ്ടു. അങ്ങനെ സ്വപ്നം കണ്ടിട്ട് പിന്നെണ്ടായതെന്താ, അവിടുന്ന് റസൂലുള്ളാഹിനോട് പറയാ, നിങ്ങൾക്ക് എന്റെ കിതാബ് ദർസ് നടത്താൻ ഞാൻ ഇജാസത്ത് തന്നിരിക്കുന്നു, അനുമതി തന്നിരിക്കുന്നു, പക്ഷെ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കണം, അത് നിബന്ധനയാണ്. അപ്പൊ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണല്ലോ തഹജ്ജുദ്. ആ തഹജ്ജുദിനെ ശർത്ത് വെച്ചിട്ട് ഹിക്മ ദർസ് നടത്താനുള്ള ഇജാസത്ത് കിട്ടിയപ്പോ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ആ സ്വപ്നത്തിൽ തന്നെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോടും പറഞ്ഞു, അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾ കഴിയുന്നത്ര അല്ലാഹുക്ക് തഖ്വ ചെയ്യണമെന്നാണ്. അതുകൊണ്ട് എനിക്ക് ചെറിയ എക്സ്ക്യൂസ് വേണം. എന്ത്, എനിക്ക് എല്ലാ ദിവസവും നിർബന്ധമായി തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിബന്ധന വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഇത്തഖുല്ലാഹ മസ്തതഅ്തും എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു. ഇജാസത്ത് കിട്ടി. ഇത് ഉസ്താദ് പ്രസംഗിച്ചു. ആ ക്ലിപ്പ് കണ്ടിട്ട് പിന്നെ പറയാ, പേരോട് കണ്ടോ, പേരോട് എന്താ പറഞ്ഞ്, സ്വപ്നത്തിൽ ഉസ്താദുമാരെ കാണും, സ്വപ്നത്തിൽ മശായിഖുമാരെ കാണും, സ്വപ്നത്തിൽ പലരും കാണും, പക്ഷെ സ്വപ്നത്തിൽ കണ്ടതൊന്നും നിശ്ചയിക്കാൻ പറ്റൂല എന്നാണ് പേരോട് പറഞ്ഞത്. കേൾക്കുമ്പോ സാധാരണക്കാരൊന്നും AP ഉസ്താദും പേരോടും തമ്മിൽ ഒരു സ്വപ്നത്തിന്റെ കാര്യത്തിൽ സ്റ്റണ്ടാന്നാ തോന്നുന്നത്. അയാളെ തോന്നുക, അതായത് നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്ത്, അയാള് പറഞ്ഞ വാചകം തന്നെ ഞാൻ കേട്ടപ്പോ, അയാളിട്ട ക്ലിപ്പിങ്ങില് ഞാൻ എന്റെ ശബ്ദം ശ്രദ്ധിച്ചപ്പോ എനിക്ക് മനസ്സിലായത് AP ഉസ്താദ് പറഞ്ഞ സ്വപ്നം ഏതാ, പേരോട് ഉസ്താദ് പറഞ്ഞ സ്വപ്നം എത്ര ഉണ്ടെന്ന് തിരിയേണ്ടത്. സ്വപ്നം പലതുണ്ട്. അത് നല്ലതൊക്കെ സ്വപ്നം കാണെങ്കിൽ ആത്മാവിന്റെ പ്രത്യേകത സ്വപ്നം. അത് നല്ലൊരു സ്വപ്നം കാണെങ്കിൽ ആത്മാവിന് കുറച്ച് പവറൊക്കെ വേണം, അപ്പൊ നല്ല സ്വപ്നം ഉണ്ടാവും. സാധാരണക്കാരായ ആളുകൾ രണ്ടു തരത്തിലുള്ള സ്വപ്നം കാണാറുണ്ട്. ചില സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ തീരെ ഉണ്ടാവില്ല, മറ്റു ചില സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് സൂറത്തുൽ യൂസുഫിൽ മിസ്രിലെ രാജാവുകളുടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോ ഖാലു അദ്ഗാഥു അഹ്ലാം, അത് വ്യാഖ്യാനമില്ലാത്ത അർത്ഥശൂന്യമായ സ്വപ്നങ്ങളാണ് എന്നാ പറഞ്ഞത്. യൂസുഫ് നബി ഇസ്ലാമിനോട് ചോദിച്ചപ്പോഴോ അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തും ചെയ്തു. പക്ഷെ അവരെന്താ മനസ്സിലാണ്, ചില സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം ഉണ്ടാവില്ല, ശൈത്താനിൽ നിന്ന് വരുന്ന ചില സ്വപ്നങ്ങൾ ഉണ്ടാവും. അതേ സ്ഥാനത്ത് ചില സ്വപ്നത്തിന്റെ പ്രത്യേകത എന്താ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നബുവത്തിന്റെ 46 അംശങ്ങളിൽ ഒന്നാണ് സ്വപ്നം. മുഅ്മിനിന്റെ സ്വപ്നം സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാരും സ്വപ്നമല്ല, മുഅ്മിനിന്റെ സ്വപ്നം. അപ്പോ കാഫിറിന്റെ സ്വപ്നം നബുവത്തിന്റെ അംശത്തിൽപ്പെട്ടതല്ല, മുബത്തദിഇന്റെ സ്വപ്നം നബുവത്തിന്റെ അംശത്തിൽപ്പെട്ടതല്ല, മുനാഫിഖിന്റെ സ്വപ്നം നബുവത്തിന്റെ അംശത്തിൽപ്പെട്ടതല്ല, ഫാസിഖിന്റെ സ്വപ്നം നബുവത്തിന്റെ അംശത്തിൽപ്പെട്ടതല്ല. അൽ മുഅ്മിനിന്റെ സ്വപ്നം നബുവത്തിന്റെ അംശത്തിൽപ്പെട്ടതാണ്. കള്ളത്തരീഖത്തുകാരന്റെ സ്വപ്നം നബുവത്തിന്റെ അംശത്തിൽപ്പെട്ടതല്ല. അതിനെയാണ് പേരോട് എതിർത്ത്. ഇത് കള്ളത്തരീഖത്തുകാരന്റെ സ്വപ്നത്തെ. AP ഉസ്താദ് പറഞ്ഞതോ, AP ഉസ്താദിന്റെ സ്വപ്നം, AP ഉസ്താദ് കള്ളത്തരീഖത്ത് വരുന്നതല്ല, ഒറിജിനൽ സുന്നിയാണല്ലോ. നേരത്തെ അസ്റഫാജി പറഞ്ഞതുപോലെ പാരമ്പര്യമുള്ള സുന്നി. അതുകൊണ്ട് AP ഉസ്താദിന്റെ സ്വപ്നം, അതിന് സ്വപ്നത്തിനെതിരെ പേരോട് പറഞ്ഞു തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നുമില്ല. പേരോട് പറയുമ്പോ തന്നെ പറഞ്ഞത്, സ്വപ്നം കണ്ടാൽ അത് ഖുർആനിനെതിരോ സുന്നത്തിനെതിരോ ഇമാമിയങ്ങൾ എഴുതി വെച്ചതിനോ എതിരാണെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞ തന്നെ. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇട്ടുകാണ്ട് AP ഉസ്താദും പേരോട് സ്വപ്നത്തിന്റെ കാര്യത്തിൽ സ്റ്റണ്ടാണെന്ന് വരുത്തി തീർക്കുക. നിങ്ങൾ നോക്കണമെന്ന്. രണ്ടാമത്തൊന്ന് വേറെന്ന് പറഞ്ഞെന്താ, ചേറ്റുവേലൊരു പ്രശ്നം ഉണ്ടായി. എന്താ ചേറ്റുവേല പ്രശ്നം? അവിടെ ഉറൂസിടും, ആയിക്കോട്ടെ. ആ ഉറൂസിൽ ആന അടഞ്ഞപ്പോ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ മുജാഹിദ് വലയുമാര് ഓരോ സ്ഥലത്തും പ്രസംഗിക്കും ഓരോന്നാണ്. ഇവിടെ വന്നപ്പോ തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവേല ഉറൂസാണ് ഇവിടെ. ചേറ്റുവിന്റെ സമീപത്ത് പോയി പ്രസംഗിക്കുമ്പോ കൊണ്ടോട്ടിയർച്ചയ്ക്കാരം വലിയ വിഷയം. ഇവിടെ എന്താ സുന്നിയാളത് കൊണ്ടോട്ടിയർച്ച വലിയ വിഷയമാക്കി പറയാത്ത? കാരണം ഇവിടെ മോങ്ങത്തെ ജനങ്ങൾക്കറിയാം, നമ്മുടെ സുന്നി പള്ളികളിൽ നിന്ന് 2 പള്ളികളിൽ നിന്നും ഞങ്ങൾ ആരെങ്കിലും വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം നിങ്ങളാ കൊണ്ടോട്ടിയർച്ച തുടങ്ങിക്കണു, നിങ്ങളെല്ലാവരും പോയി ശേഖരിച്ചു വെക്കാട്ടോ, അല്ല കൂലിയും ഞങ്ങൾ ആരെയും പറയില്ല. ഇതെന്താ പറയല്? അതും എടുത്തവർക്കറിയാം. അതുകൊണ്ട് ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രമുള്ള കൊണ്ടോട്ടി നടക്കുന്ന നേർച്ചനെ കുറിച്ച് മോങ്ങത്ത് പറഞ്ഞാൽ വിലപ്പോലെന്ന് അറിയാം. അതുകൊണ്ട് മോങ്ങത്ത് ചേറ്റുവിന്റെ സമീപത്ത് കൊണ്ടോട്ടി, അങ്ങനെയൊക്കെ. അപ്പൊ ഏതാവട്ടെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഒരു കാര്യം എന്താണത്, ഇവിടെ ചേറ്റുവേലി ആന അടഞ്ഞപ്പോ
അതിനെക്കുറിച്ച് പേരോട് ഉസ്താദ് പറഞ്ഞുകൊണ്ട് ഓരോ തോന്നിവാസം കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ഒരു വൈരുദ്ധ്യം. എന്നാൽ ആണിനെ നേർച്ചക്ക് കൊണ്ടുവരാമെന്ന് സംബന്ധിച്ചൊരു ചോദ്യം അലവി സക്കാഫിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ എന്താ? അദ്ദേഹം പറഞ്ഞ ആനയെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അള്ളാന്റെ മഹലൂക്കപ്പെട്ട ഒരു സാധനമാണ് ആന, ആനയെ വെച്ചിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം മറുപടി. അപ്പോൾ പേരോടും അലവി സക്കാഫിയും തമ്മിൽ എതിരായി. ഇങ്ങനെയൊക്കെ എതിരായാലും അള്ളാന്റെ ഖുർആനിൽ എത്ര എതിരുകൾ കാണും? അള്ളാഹുന്റെ ഖുർആനിൽ അള്ളൊരു സ്ഥലത്ത് പറഞ്ഞു, ഇന്നക്കല തഹ്ദീമെന്ന ഹബബത്ത, ഇന്നക്കലാ തഹ്ദീമെന്ന ഹബബത്ത, നബിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഹിദായത്താക്കാൻ നിങ്ങൾക്ക് പറ്റൂല. വേറെ സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു, ഇന്നക്കല തഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലേക്ക് ഹിദായത്താക്കുന്നത് നിങ്ങളാണ് അള്ളാഹ് പറഞ്ഞു. ഖുർആനിൽ വൈരുദ്ധ്യം എന്നറിയില്ല. ഒരു സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു, വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണമാകുമ്പോൾ റൂഹ് പിടിക്കുന്നവൻ അല്ലാഹുവാണ്. സൂറത്തു സജ്ദയിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും, നിങ്ങളുടെ റൂഹ് പിടിക്കുന്നത് മലക്കുൽ മൗത്താണ്. അത് അസ്റായീൽ എന്ന് പേരിടാൻ പറ്റൂല എന്നാണ് ഓല ചർച്ച. അത് ചർച്ചയിൽ നടന്നോട്ടെ, അതേതോ വിഷയം. ഇവിടെ എന്താണ്? മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുന്ന ഒരു സ്ഥലത്ത്, അള്ളാഹ് റൂഹ് പിടിക്കുന്ന വേറെ സ്ഥലത്ത്. ഖുർആനിലും വൈരുദ്ധ്യമുള്ള കണ്ണുകൊണ്ട് നോക്കി എല്ലായിടത്തും വൈരുദ്ധ്യം ഉണ്ടാവും. താത്വികമായി സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞാൽ എവിടെ വൈരുദ്ധ്യമുള്ളത്? വിദേത്തേര് പറഞ്ഞ വൈരുദ്ധ്യം ഞാൻ ഡസൻ കണക്കിന് കാണിച്ചിരുന്നു. സമയത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ഞാൻ കാണിച്ചിരുന്നു. അതിന് വാമൊഴിയുണ്ട്, വരമൊഴിയുണ്ട്, രണ്ടും ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എന്താ ഉള്ളത്? അല്ല, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പറഞ്ഞ് നമ്മളെ തലേക്ക് ഇട്ടുകാണ്ട് പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് ഓരോ നാട്ടിൽ വന്നിട്ട് പ്രസംഗിക്കുക. ഞാനിവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയുന്നത്, നിങ്ങളോട് ആരോടും ഒരു വിരോധം ഉണ്ടായിട്ടല്ല ഈ പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കെതിരെ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഹദീസുണ്ട്, ഇദാ ലഹറു വശുത്തിന അസ്ഹാബി ഫമൻ കാന ഇൻദഹു ഇൽമുൻ ഫല്യുൻസിറഹു സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ സ്വഹാബത്തിന് ചീത്ത പറയുകയും വിനയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്താൽ ഇൽമ് കയ്യിലുള്ളവൻ അവന്റെ ഇൽമ് തുറന്നു പറയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. അപ്പൊ ഇൽമ് പറയേണ്ടത് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് പറയാം, ഒരു കാര്യം എന്ത് ഞാൻ പറഞ്ഞാല് അത് വേറെ ഏത് നാട്ടുകാരം എന്ന് പറഞ്ഞു പോണത് പോലെയല്ലോ. ഞാൻ എപ്പോഴും ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് വരാം, ചോദിക്കാം, സംശയങ്ങൾ തീർക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, തീർക്കാമെന്നാൽ തീർത്തു തരും, അല്ല ഒതുക്കാമെന്നാൽ ഒതുക്കി തരും. അങ്ങനെയാണ്, അതങ്ങനെ തന്നെയുള്ളൂ. എന്ന് ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഒരു സയ്യിഅത്ത് ഇന്നിട്ട് ചെയ്താൽ അതിന്റെ പ്രതിഫലം അതേപോലത്തെ സയ്യിഅത്ത് കവിയാവ് തിരിച്ചു കൊടുക്കലാണ്. ഏതാവട്ടെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിൽ അങ്ങോളം പല സ്ഥലത്ത് നിന്നിട്ട് മൗലവിമാര് പല കോലത്ത് പ്രസംഗിക്കും. ഹുസൈൻ സലഫി ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോ ഞാൻ ആ ജനലിനുള്ളിൽ കൂടി ഒന്നിങ്ങനെ നോക്കി, നല്ല പുതിയാപ്പിൾ ഇറങ്ങിയ ഒരു മട്ടത്തിലാണ്. അല്ലെ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ? നല്ല മട്ടത്തിൽ വന്ന് വളരെ ഉഷാറായിട്ട് മൂപ്പര് വയലുണ്ട് പറഞ്ഞു. എന്താണ് ആ വയലൊക്കെയെന്നാ? നൃത്തം പാടില്ല, വിനോദം പാടില്ല, സ്കൂളിലെ കുട്ടികളെ കലാപരിപാടിക്ക് പറഞ്ഞയക്കാൻ പാടില്ല, പാട്ട് പാടും. ഇൻഷാ അല്ലാഹ് എല്ലാ പാട്ടും എന്റെ അടുത്തുണ്ട്, ഒക്കെ കാണിച്ചു തരും. പക്ഷെ അതവിടെ നിൽക്കട്ടെ. ആ പ്രസംഗം ഇങ്ങനെ കേട്ടാൽ, ആ വയലിങ്ങനെ കേട്ടാൽ, ഇവിടെ പ്രായം ചെന്ന ഉമ്മാര് പെരയുന്നത് പഠിച്ചോന് ഏതേക്കോ മൂലയിൽ മൂപ്പരെ കൊണ്ടൊന്ന് മന്ദിരിപ്പിച്ച് എന്റെ സുക്കട് മാറിയേക്കും എന്ന് ചിന്തിക്കും. അക്കോലത്തിലാ മൂപ്പര് പറഞ്ഞ വയല്. എന്താ കാരണം നിങ്ങൾക്കറിയോ? നാദാപുരത്ത് പേരോട് ഉസ്താദായിട്ട് ഇയാളിങ്ങനെ കുറെ കാലം മുട്ടി. ആദ്യം മുട്ടാൻ വന്നപ്പോ ഇയാളിങ്ങനെ ഭയങ്കര സ്ട്രോങ് ഷാർജയിൽ നിന്ന് വന്ന ഊക്കിലായിരുന്നു. ആ ഊക്കിൽ ഇയാൾ പേരോട് ഉസ്താദിനെ ഫിറോസ് സക്കാഫി പറഞ്ഞു. അതേപോലെ ഒരുപാട് പറഞ്ഞു. നമ്മൾ കൊള്ളോണ്ട് പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ആണെങ്കിൽ സ്ക്രീനിലുണ്ട്, ഞാൻ ആണെങ്കിൽ ചിലപ്പോ അത് എടുത്ത് ചെയ്യപ്പെട്ടതാണ്. എന്നാൽ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വർക്കത്തിലല്ല, ഓരോ സ്വഭാവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആക്കില്ല. അതിങ്ങനെ പറഞ്ഞപ്പോ ആരോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചാൽ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ഒഴിച്ചു കിട്ടോ, അവിടെ ഒന്ന് സമാധാനത്തിൽ വരണം എന്ന് പറഞ്ഞപ്പോ മൂപ്പര് പിന്നെ അതൊക്കെ മാറ്റി വെച്ചിക്കാണ്ട് പിന്നെ നാദാപുരത്തെ അവസാനത്തെ പരിപാടിന് വേണ്ടി നിങ്ങൾ എന്ത് ഉഷാറായിട്ടാ ചീത്ത പറയാൻ പാടില്ല, മൂമിനിന്റെ നാവ് കൊണ്ട് ചീത്ത അറിയാൻ പറ്റൂല, അശ്ലീലം പറയാൻ മൂമിന്റെ നാവ് പറ്റൂല എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് അതൊക്കെ നമ്മൾ മറച്ചിട്ടിട്ട് വേറെ കോലം ആ കോലത്തിൽ ആ മോഹത്തേക്ക് വന്ന് ഞങ്ങൾ കേൾക്കണോ? ഈ മുജാഹിദ് മൗലവിമാര് പല സ്ഥലത്ത് എന്നിട്ടും പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിലും അവരുടെ എഴുത്തിലൊക്കെ അവർ സ്വീകരിച്ചൊരു നയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും മഹാന്മാരായ ഔലിയാക്കടക്കമുള്ള ആളുകളൊക്കെ സഹാബത്തിന് ചീത്ത പറഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞ് ഞാൻ ആവർത്തിക്കേണ്ടത് വെച്ചിട്ടാ എല്ലാവരെയും അങ്ങ് ചീത്ത പറയും.
ചെറുതാക്കി എന്താ ഉണ്ടാവുക?